ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എ പ്ലസ് ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇമേജ് ഫോർമേഷൻ ആണ്. ദറ്റ് ഈസ് ഇമേജ് ഫോർമേഷൻ ഓർ പ്രതിബിംബ രൂപീകരണം ബൈ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. ദാറ്റ് മീൻസ് സ്ഫെറിക്കൽ മിറർ. സ്ഫെറിക്കൽ മിററുകളുടെ ഇമേജ് ഫോർമേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ് പ്രതിബിംബ രൂപീകരണം അല്ലെങ്കിൽ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പേപ്പർ ആൻഡ് പെൻ വർക്ക്. അത് നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. അതിൽ നിന്നും കിട്ടിയ ഐഡിയാസ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് ബൈ യൂസിങ് സം റൂൾസ് ആൻഡ് സം ഐഡിയാസ്. കുറച്ച് കൺവെൻഷണൽ മെത്തേഡുകളും കുറച്ച് റൂൾസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഇമേജ് ഫോർമേഷൻ്റെ റേ ഡയഗ്രാം വരയ്ക്കുന്നത്, രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പം ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ ആദ്യം നിങ്ങൾ പോയിട്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്, അതായത് റൂൾസ് ഫോർ ഡ്രോയിങ് ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും നമ്മൾ ഏതൊക്കെ നിയമങ്ങൾ, റൂൾസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ടു ഡ്രോ ദിസ് ഇമേജ് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് പറഞ്ഞു വരാം. ഇവിടെ നമുക്കറിയാം കോൺകേവ് എന്നും കോൺവെക്സ് എന്നുള്ള രണ്ട് തരത്തിലുള്ള മിററുകളാണ് നമുക്കുള്ളത്. കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും, അതായത് രണ്ട് ടൈപ്പ് ഓഫ് മിററുകളാണുള്ളത്. ഇവിടെ ഇതിൽ കോൺകേവ് മിററാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോൺകേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൺവേർജിങ് മിററാണ്. റിയൽ ആയിട്ട് ലൈറ്റ് കൺവേർജ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ റിഫ്ലക്ഷൻ. ആയതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഇമേജുകളിൽ 6 ഇമേജാണ് എന്തുണ്ടാക്കുന്നത്, കോൺകേവ് മിറർ ഉണ്ടാക്കുന്നത്. ഈ ഉണ്ടാക്കുന്ന 6 ഇമേജുകളിലും 5 എണ്ണം എന്താണ്, റിയൽ ആണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ റേ ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റേ ഡയഗ്രാം. ഇനി റേ ഡയഗ്രാം അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലത്തിലും ഒരു ഭാഗമായിട്ട് റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും 100% ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആസ് എ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതെങ്ങനെയാണ് പഠിക്കുക, നോക്കി പഠിക്കല്ല, വരച്ച് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യം കോൺകേവ് മിററിൻ്റെ ഫസ്റ്റ് ഇമേജ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വസ്തു ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോഴാണ്. അനന്തതയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും നമ്മുടെ ഇമേജ്. അപ്പം ആദ്യം നമുക്ക് വരയ്ക്കാം ഒരു കോൺകേവ് മിറർ. ദിസ് ഈസ് അവർ കോൺകേവ് മിറർ. ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിററിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളുണ്ട്, ഫോക്കസ് ഉണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചറും ഉണ്ട്, റൈറ്റ്. ഇനി ലൈറ്റ് വിച്ച് ഈസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റിയിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതെങ്ങനെ കാണിക്കും, അതിന് നമ്മളൊരു 3 ഡോട്ടഡ് ലൈൻസ് ഇടും, വിച്ച് ഈസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി. ആൻഡ് ഫസ്റ്റ് റൂള്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫസ്റ്റ് റൂള് എന്തായിരുന്നു, എ ലൈറ്റ് വിച്ച് ഈസ് പാരലൽ പാസിങ് ത്രൂ ഫോക്കസ്. പാരലായി വരുന്നതാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ബി പാരലൽ ടു ദ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. മറ്റൊന്ന് വീണ്ടും അതേപോലെ തന്നെ മറ്റൊരു നിയമം, the same thing, parallel passing through focus. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇനി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് വിച്ച് ഇസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി, ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോക്കസിലായിരിക്കും. അതാണ് ഈ പോയിന്റ്. ദിസ് പോയിന്റ് ഇസ് കോൾഡ് ഇമേജ് പോയിന്റ് ആൻഡ് വിച്ച് ഇസ് അറ്റ് ഫോക്കസ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ദ പൊസിഷൻ ഇസ് അറ്റ് ഫോക്കസ് ആൻഡ് ദ സൈസ് ഇസ് ഹൈലി ഡിമിനിഷ്ഡ്. വളരെ ചെറുതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സംഗതി, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദിസ് ഇമേജിൻ്റെ സ്വഭാവം എന്താണ്? ദാറ്റ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ ലൈറ്റ് വന്ന് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയൽ ഇമേജ്. എവിടെയാണോ ലൈറ്റ് റിയൽ ആയിട്ട് കൺവേർജ് ചെയ്യുന്നത്, അപ്പോൾ നമുക്കതിനെ റിയൽ ഇമേജ് എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ റിയൽ ഇമേജ് ആണ്, ഫോക്കസിലാണ്, വളരെ ചെറുതാണ്, ഹൈലി ഡിമിനിഷ്ഡ് ആൻഡ് വിച്ച് ഇസ് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്സൈഡ് ഡൗൺ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഇമേജ്. ഇത്തരത്തിൽ അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, ലാബിൽ നമ്മൾ ഇമേജ് ഫോർമേഷൻ ചെയ്തപ്പം കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആദ്യ റേ ഡയഗ്രാം വരയ്ക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. യെസ്, ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ അതും ഈ റേ ഡയഗ്രാം തന്നെയാണ്. ആ റൂള് പറയുന്ന സമയത്തും പറഞ്ഞത് ഇതേ റേ ഡയഗ്രാമാണ്. അപ്പോൾ അതറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അപ്പം ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് അറ്റ് ഫോക്കസ്. യെസ്. ഇനി രണ്ടാമത്തത്, ഇഫ് സപ്പോസ് ദ ഒബ്ജക്റ്റ് രണ്ടാമത്തത് നമ്മുടെ വസ്തു എവിടെ വയ്ക്കാം,
ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ, ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് നോട്ട് ഫോക്കസ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിക്കും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ വെക്കുന്നു. അതിന് ഞാൻ പറയുന്ന മറ്റൊരു പേരാണ് സിക്ക് അപ്പുറം അല്ലെങ്കിൽ ബിയോണ്ട് സി. ദാറ്റ് മീൻസ് ബിറ്റ്വീൻ സി ആൻഡ് ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുക? എഗെയിൻ പോളുണ്ട്, ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, സോറി ഫോക്കസ് ഉണ്ട്. ദിസ് ഇസ് ഫോക്കസ്, നോട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഫോക്കസ്, then this one is center of curvature. ഓക്കെ, ഇനി എന്തായിരുന്നു നമ്മുടെ റൂള്? എവിടെയാണ് നമ്മൾ ആദ്യം നമ്മുടെ വസ്തു എവിടെയാണ് നോക്കാം. ഒബ്ജക്റ്റ്, പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ബിയോണ്ട് സി എന്ന് പറഞ്ഞാൽ സിക്ക് അപ്പുറം. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് അവർ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദിസ് ഇസ് സി. സോ ബിയോണ്ട് സി. സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ഓർ ഫസ്റ്റ് റേ ഡയഗ്രാം, ഒബ്ജക്റ്റ് ഇവിടെയാണ്. എവിടെ? ബിയോണ്ട് സി. ലൈറ്റ് ഈസ് കമ്മിങ് പാരലൽ. പാരലായി വരുന്നതാണെങ്കിൽ എന്തായിരിക്കും? പാസിങ് ത്രൂ ഫോക്കസ്, ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ദെൻ സെക്കൻഡ് വൺ, നമ്മൾ മൂന്നാമത്തെ നിയമം റൂളാണ് ഉപയോഗിക്കുന്നത്. എന്തായിരുന്നു അത്? എ ലൈറ്റ് വിച്ച് ഈസ് പാസിങ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇറ്റ് വിൽ ഗോ അൺഡിവിയേറ്റഡ്. അതായത് അതേ പാത്തിൽ തന്നെ റീട്രേസ് ചെയ്യുന്നു, റിഫ്ലക്ഷന് ശേഷം അതേ പാത്തിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. മൂന്നാമത്തെ റൂള്. അപ്പം ആദ്യത്തെ റൂളും മൂന്നാമത്തെ റൂളും വെച്ച് നമ്മൾ വരയ്ക്കുന്നു. വി വിൽ ഗെറ്റ് എ പോയിന്റ് ഹിയർ. ഈ പോയിന്റ് ആണ് എന്ത്? ഇമേജ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ, എ ബി ആണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് എവിടെയാണ് കിട്ടുക? ഇവിടെ. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് ഹെഡ് എങ്കിൽ ഇവിടെ ആയിരിക്കും ഹെഡ് വരുന്നത്. സോ വിൽ ഗെറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു അവർ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഈ പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്, ഇതാണ് ബി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഒബ്ജക്റ്റ് ആൻഡ് ദിസ് വൺ ഇസ് ഇമേജ്. ദിസ് ഇസ് ദ റേ ഡയഗ്രാം ഫോർ വെൻ ദ ഒബ്ജക്റ്റ് ഇസ് ബിയോണ്ട് സി. സിക്ക് അപ്പുറമാണെങ്കിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ വരിക? അതാണ് നിങ്ങൾ ഇപ്പം കണ്ടത്. ഇനി മൂന്നാമത്തത് എന്താണ്? എവിടെ ആയിരിക്കും? ആദ്യം ഇൻഫിനിറ്റിയിൽ വെച്ചു, പിന്നെ ഇൻഫിനിറ്റിക്കും സിക്കും ഇടയിൽ വെച്ചു. അടുത്ത എവിടെ ആയിരിക്കും? സിയിലായിരിക്കും. നോ ഡൗട്ട് സിയിലായിരിക്കും. സോ മിറർ, എഗെയിൻ കോൺകേവ് മിറർ വരുന്നു. കോൺകേവ് മിറർ ആൻഡ് ലൈറ്റ് വിച്ച് ഇസ് പാരലൽ, സോറി പോൾ, ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. എവിടെയാണ് വസ്തു വയ്ക്കുന്നത്? ഒബ്ജക്റ്റ് അറ്റ് സി. ഇഫ് ഒബ്ജക്റ്റ് അറ്റ് സി, ഒബ്ജക്റ്റ് അറ്റ് സി, ഒബ്ജക്റ്റ് സിയിലാണെങ്കിൽ ഫസ്റ്റ് റൂൾ പാരലൽ, പാസിംഗ് ത്രൂ ഫോക്കസ്. രണ്ടാമത്തെ റൂള് എന്ത്? ത്രൂ ഫോക്കസ്, പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. എന്താ നിങ്ങൾക്ക് കിട്ടിയത്? ലൈറ്റ് ഈസ് കമ്മിങ് ആൻഡ് പാരലൽ. ദെൻ ദിസ് പോയിന്റ് ഇസ് അവർ ഒബ്ജക്റ്റ്, സോറി ഇമേജ് പോയിന്റ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. എ ബി ഈസ് അവർ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് വിൽ ബി ഹിയർ. ഇതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. സോ ഇമേജ് ആൻഡ് ദിസ് ഇസ് ഒബ്ജക്റ്റ് ബി എ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റ് നിങ്ങൾ സിയിൽ വെച്ചാൽ ഇമേജ് എവിടെ തന്നെയാണ് കിട്ടുക? സിയിൽ തന്നെയാണ് കിട്ടുക. ഒബ്ജക്റ്റ് സിയിൽ വെച്ചാൽ ഇമേജ് സിയിൽ തന്നെ. ഇനി ഇതിൻ്റെ വലിപ്പം എന്താണ്? തുല്യമാണ്. എവിടെയാണോ എന്താണോ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വലിപ്പം അതേ വലിപ്പം തന്നെയാണ്. പിന്നെ മറ്റൊരു പോയിന്റ്, ലൈറ്റ് കൺവേർജ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ റിയൽ ആയിട്ടാണ് ഇമേജ് ഉണ്ടാവുന്നത്. പിന്നെന്തൊക്കെ നമുക്ക് പറയാം? ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്, തല കീഴായതാണ്. അപ്പം യഥാർത്ഥ പ്രതിബിംബമാണ്, തല കീഴായതാണ്. ഒന്നും കൂടെ പറയാം, ഒബ്ജക്റ്റ് അറ്റ് സി, ഇമേജ് പ്രതിബിംബം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അറ്റ് സി ഇറ്റ് സെൽഫ്, സിയിൽ തന്നെയാണ്. ഇനി വസ്തുവിൻ്റെ വലിപ്പം, സൈസ് ഓഫ് ദ ഇമേജ് സെയിം ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇനി മൂന്നാമത്തെ സംഗതി എന്താണ്? നേച്ചർ ഓഫ് ദ ഇമേജ്, സ്വഭാവം എന്താണ്? റിയൽ ആണ്, യഥാർത്ഥമാണ്. പിന്നെ അടുത്ത എന്താണ്? ഇൻവേർട്ടഡ് ആണ്, തല കീഴായതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ഏതൊക്കെയായി? ഇൻഫിനിറ്റി ആയി, ബിയോണ്ട് സി ആയി. ബിയോണ്ട് സി ആയപ്പം ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിനും ഇടയിലാണ് കിട്ടിയത്. ഇതും റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, റൈറ്റ്. പിന്നെ മൂന്നാമത്തത് സിയിൽ വെച്ചപ്പോൾ നിങ്ങൾക്ക് ഇമേജ് എവിടെ തന്നെ കിട്ടി? സിയിൽ തന്നെ കിട്ടി. ദെൻ ദിസ് ഇമേജസ് അഗെയിൻ റിയൽ. ഇനി അടുത്തത് നാലാമത്തത് എവിടെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. എവിടെയായിരിക്കും? ഇൻഫിനിറ്റി വെച്ചു, ബിയോണ്ട് സി വെച്ചു, അറ്റ് സി വെച്ചു. ഇനി അടുത്തത് യെസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അടുത്തത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിനും ഇടയിലാണെങ്കിൽ എവിടെയായിരിക്കും നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്? ഓക്കെ, സോ അത് നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. നമ്മുടെ ഒബ്ജക്റ്റ്, സോറി മിറർ, ദിസ് ഇസ് അവർ മിറർ വിച്ച് ഇസ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ ആണ്. ഫോക്കസ് ഇതാ ഇവിടെ ഉണ്ട്, സോറി പോൾ ഇവിടെ ഉണ്ട്. ദിസ് ഇസ് അവർ ഫോക്കസ് ആൻഡ് ദിസ് വൺ ഇസ്
സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത്? യെസ്, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സി ആൻഡ് എഫിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നു. ബിറ്റ്വീൻ സി ആൻഡ് എഫ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാൽ ആദ്യത്തെ റേ ഡയഗ്രാം നമ്മൾ എടുക്കുന്നത് എന്താണ്? ലൈറ്റ് വിച്ച് ഇസ് passing parallel to the principal axis after reflection passing through focus. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആണെങ്കിൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഞാൻ എടുക്കുന്ന റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മളിവിടെ ഒരൊറ്റ കേസിൽ മാത്രമേ റൂൾ മാറുന്നുള്ളൂ, ബാക്കിയുള്ളതിലെല്ലാം എടുക്കുന്നത് ഒരേ റൂളാണ്. ഏതാണിത്? ഒന്ന് പാരലൽ പാസിംഗ് ത്രൂ ഫോക്കസ്. രണ്ടാമത്തത് ഞാൻ എടുക്കും ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം സി, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും വരുന്നു എങ്കിൽ അതെന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി ബൗൺസിങ് ബാക്ക് ടു ദ സെയിം. അപ്പം ഇവിടെയാണ് നമ്മുടെ മിററിൻ്റെ വലിപ്പം കുറച്ചും കൂടെ വലുതാക്കിയാൽ ദിസ് ഇസ് അവർ മിറർ. ഓക്കെ, സോ ലൈറ്റ് വിച്ച് ഇസ് കമ്മിങ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസിംഗ് ത്രൂ ഫോക്കസ്. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്നത് അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, സോ യു വിൽ ഗെറ്റ് എ പോയിന്റ് ഹിയർ. ദിസ് ഇസ് ദ പോയിന്റ് കോൾഡ് ഇമേജ് പൊസിഷൻ, അല്ലെങ്കിൽ ഇമേജ് പൊസിഷൻ, അതായത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എ ബി. നമ്മൾ എവിടെ എടുത്തത്? യെസ്, എ ബി. ഇങ്ങനെ എ ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് എത്ര വലിപ്പം ഉണ്ടാവും? ഇതാണ് നമ്മുടെ ഹെഡ് വരിക, എ വരിക ഇവിടെയാണ്. ദെൻ ബി എവിടെയാണ് വരിക? ഇത്രയും ഉണ്ടാവും. യെസ്, ദിസ് ഇസ് ബി. ഇത്തരത്തിൽ ഇതാണ് നമ്മുടെ നാലാമത്തെ ഇമേജ് ഫോർമേഷൻ. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, 1-2 കാര്യങ്ങൾ പറയാം. പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരവും ഫോക്കസിൽ നിന്നും സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കണം. എന്നാൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള പ്രതിബിംബത്തിൻ്റെ രേഖാചിത്രം ക്ലിയർ ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ റേ ഡയഗ്രാം വ്യക്തമായിട്ട് വരുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും പെൻസിലെടുത്ത് വരയ്ക്കുന്ന സമയത്ത് ഫോക്കസിൽ നിന്നും പോളിലേക്കുള്ളതും ഫോക്കസിൽ നിന്നും സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരം തുല്യമാവണം. ഞാനിതിപ്പം അങ്ങനെയല്ല വരച്ചത്, അതുകൊണ്ടാണ് ചെറിയ രീതിയിലെങ്കിലും ഇത് ബെൻഡ് ഉള്ളതായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും എന്ത് വേണം? റേ ഡയഗ്രാം വരയ്ക്കുമ്പം മെഷർ ചെയ്തുകൊണ്ട് വേണം വരയ്ക്കാൻ. വരച്ച് പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റും ഇമേജും എവിടേക്കാന്ന് നോക്കാം. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിനും ഇടയിലാണ്. ഇമേജ് നമുക്ക് എവിടെ കിട്ടി? സിക്ക് അപ്പുറം. ഓക്കെ, സിക്ക് അപ്പുറം കിട്ടി. അപ്പോൾ ഇത് കേട്ടപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, ഒബ്ജക്റ്റ് സിക്ക് അപ്പുറമാണെങ്കിൽ ഇമേജ് സിക്കും എഫിനും ഇടയിൽ, ഒബ്ജക്റ്റ് സിക്കും എഫിനും ഇടയിലാണെങ്കിൽ ഇമേജ് സിക്ക് അപ്പുറം. ഇതിൻ്റെ റിവേഴ്സ് ആണ് ഇത് വരുന്നത്, റൈറ്റ്? പിന്നെ അടുത്തത് എന്താണ്? ഇവിടെ വസ്തുവിൻ്റെ വലിപ്പം, ഇവിടെ ഇമേജിൻ്റെ വലിപ്പം, ദ സൈസ് ഓഫ് ദ ഇമേജ് ഇസ് ഹൈലി എൻലാർജ്ഡ് കമ്പയർഡ് ടു ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, ആൻഡ് ലൈറ്റ് കൺവേർജ് ചെയ്യുന്നുണ്ട്, സോ ഇറ്റ് ഈസ് റിയൽ, അത് റിയൽ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ നാലാമത്തെ ഇമേജ് ഫോർമേഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇനി അടുത്തത് എവിടെയായിരിക്കും? വെൻ ദ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് സി, അല്ലേ? ഫോക്കസിൽ. ഇനി അടുത്ത എവിടെയായിരിക്കും? സിക്കും എഫിനും കഴിഞ്ഞു, അടുത്തത് ഫോക്കസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? റേ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? കോൺകേവ് മിറർ ആണ്, ഇതാണ് നമ്മുടെ പോള്, ഇതാണ് നമ്മുടെ ഫോക്കസ്, ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഒബ്ജക്റ്റ് എവിടെ വയ്ക്കുന്നു? ഫോക്കസിൽ. അപ്പോൾ എവിടെയൊക്കെ കഴിഞ്ഞു? ഇപ്പം ഇൻഫിനിറ്റി കഴിഞ്ഞു, ബിയോണ്ട് സി കഴിഞ്ഞു, അറ്റ് സി കഴിഞ്ഞു, ബിറ്റ്വീൻ സി ആൻഡ് എഫും കഴിഞ്ഞു. അടുത്ത പോയിന്റ് അറ്റ് എഫിൽ വെക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും നമ്മുടെ ഇമേജ്? അപ്പോൾ നമ്മുടെ മിറർ ഇതാ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെ പോകുന്നുണ്ട്. ദിസ് ഇസ് അവർ കോൺകേവ് മിറർ. ഓക്കെ, പോള്, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഫസ്റ്റ് റൂൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ 3 എണ്ണത്തിനും ഒരേ റൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, എക്സെപ്റ്റ് ദിസ്. ഇവിടെ നമ്മൾ 1, 2 ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ 1, 3 ഉപയോഗിക്കുന്നത്. അതേ റൂൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് റൂൾ ഇസ് ദാറ്റ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് പാസിംഗ് ത്രൂ ഫോക്കസ്. രണ്ടാമത്തത് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ. അഗെയിൻ ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ലൈറ്റ് ഈസ് കമ്മിങ്, ദെൻ ഇറ്റ് വിൽ ബൗൺസ് ബാക്ക് ടു ദ സെയിം പാത്ത് വിത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ദ ലൈറ്റ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ്. അവിടെ പോകുന്നു, തിരിച്ചതേപോലെ ഇങ്ങോട്ട് വരുന്നു.
ഇനി ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലായത്? ഹിയർ ലൈറ്റ്സ് ആർ നോട്ട് മീറ്റിംഗ് അറ്റ് എ പോയിന്റ്. ലൈറ്റ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ നമുക്കിവിടെ ഇമേജ് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയായിരിക്കും ഈ ഇമേജ് ഉണ്ടാവുക? ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഇഫ് ടു ലൈൻസ് ആർ പാരലൽ they will never meet. മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതൊരിക്കലും മീറ്റ് ചെയ്യൂല എന്ന്. റൈറ്റ്? യെസ്, അത് കറക്റ്റാണ്. അത് നമ്മളിവിടെ ഫോളോ ചെയ്യും. ലൈറ്റ് ആർ പാരലൽ, ഈ രണ്ട് ലൈറ്റ് റേസും പാരലൽ ആണ്, അതുകൊണ്ട് ദേ വിൽ നെവർ മീറ്റ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ ഇവ രണ്ടും തമ്മിൽ ഒരിക്കലും മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്സിൽ നമ്മൾ എടുക്കുന്ന എന്താണ്? ഇഫ് ഇറ്റ് ഹാപ്പൻഡ്, അത് നടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അറ്റ് ഇൻഫിനിറ്റി. അറ്റ് ഇൻഫിനിറ്റി, അനന്തതയിൽ അവ തമ്മിൽ ചേരാൻ സാധ്യതയുണ്ട് എന്ന് പറയും. അപ്പം എന്തായി? വസ്തു ഫോക്കസിലാണെങ്കിൽ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. സോ ദ ലൈറ്റ്സ് ഈസ് ഗോയിങ് ടു ഇൻഫിനിറ്റി. സോ ഇതാണ് നമ്മുടെ 5ാമത്തെ റേ ഡയഗ്രം. ഇത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമേജ് വളരെ കൃത്യമായിട്ട് ഇമേജിനെ കിട്ടും. അപ്പം നമ്മളെ മിറർ ഇവിടെ ഉണ്ടാകും, സ്ക്രീൻ ഇവിടെ വെച്ചിട്ടുണ്ടാകും, നമ്മുടെ ഒബ്ജക്റ്റും ഇവിടെ ഉണ്ടാകും, ലൈറ്റ് വന്ന് പതിക്കുന്നു, സ്ക്രീനിൽ കിട്ടുന്നു. പക്ഷേ ലെൻസിൽ നിന്നും സ്ക്രീനിലേക്കുള്ള ദൂരം വളരെ അകലത്തിലായിരിക്കും, ഒരു 2-3 മീറ്റർ എവേ ആയിരിക്കും. അതേ സമയത്ത് ലെൻസിൻ്റെ വലിപ്പം വളരെ ചെറുതായിരിക്കും. അപ്പോൾ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ലെൻസ്, ആ ദൂരം എന്ന് പറയുന്നത് ലെൻസിന് ഇൻഫിനിറ്റി ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. നമുക്കറിയാം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇൻഫിനിറ്റി എവിടെയാണ്? അങ്ങ് ദൂരെ നമ്മൾ പറയും സ്പേസിലാണെന്ന്. ഫോർ എ ലെൻസ് ഇറ്റ് ഈസ് നോട്ട് സ്പേസ്, അനദർ പോയിന്റ്. എന്ത് പറഞ്ഞാലും ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് എ ഫിക്സഡ് പോയിന്റ്, അത് മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് മീറ്റേഴ്സ് അപ്പുറത്താണ്. നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ടേബിളിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് ഇമേജ് കിട്ടും. എപ്പം? ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഫോക്കസ്. ഒബ്ജക്റ്റ് ഫോക്കസ് വെച്ചാൽ ഇമേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പറയും, എന്ത്? ദിസ് 2 ലൈൻസ് ആർ പാരലൽ, ദേ വിൽ നെവർ intersect at this point, but if it is happened, that will occur at infinity. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്, അവ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഇനി അത് സംഭവിക്കുകയാണെങ്കിൽ അതെവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. അത്തരത്തിൽ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു റേ ഡയഗ്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൈറ്റ്? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. യെസ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഇമേജ് ഫോർമേഷൻ, ദാറ്റ് ഇസ് 5th ഇമേജ് ഫോർമേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ, 6th വൺ, ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. ഏത്? ഈ അവസാനത്തെ റേ ഡയഗ്രം, അതായത് കോൺകേവ് മിററിൻ്റെ അവസാനത്തെ റേ ഡയഗ്രം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാനിവിടെ വരയ്ക്കാം. യെസ്, ദിസ് ഇസ് അവർ മിറർ. ഓക്കെ, എവിടെ ആയിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ്? എവിടെ ആയിരിക്കും? ഇൻഫിനിറ്റി. Between C and this is beyond C, at C, between C and F, at F. ഇനി അടുത്ത എവിടെയായിരിക്കും? between F and P. എഫിനും പിക്കും ഇടയിലാണെങ്കിൽ എവിടെയായിരിക്കും നമ്മുടെ വസ്തു, ഇമേജ് എന്ന് പറയുന്നത്? സോ ദിസ് ഇസ് അവർ ഫോക്കസ് ആൻഡ് ദിസ് വൺ ഇസ് അവർ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി നമുക്ക് റൂൾ പറയാം. ഏതൊക്കെ റൂളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും നന്നായി ശ്രദ്ധിക്കണം, കാരണം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് പറയുന്നത് ഇതാ ഇവിടെയാണ്. ഒബ്ജക്റ്റ് ഇസ് കീപ്പിംഗ് ഹിയർ. അപ്പോൾ നമുക്ക് ഏത് റൂൾ എടുക്കാൻ വേണ്ടി പറ്റില്ല? 1, 2 ഒന്നും പറ്റില്ല. 4ാമത്തെ റൂൾ ഉണ്ട്. വാട്ട് ഈസ് അവർ 4th റൂൾ? എ ലൈറ്റ് വിച്ച് ഇസ് ഒബ്ലീക്ലി ഹിറ്റിംഗ് ടു ദ പോൾ. പോളിലേക്ക് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക് വിത്ത് ലോ ഓഫ് റിഫ്ലക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്തുകൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് 1ാമത്തെ റൂള്. ഇനി 2ാമത്തത് എന്താണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്? എ ലൈറ്റ് വിച്ച് ഇസ് കമ്മിങ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ബൗൺസ് ബാക്ക് ചെയ്യും. അപ്പോൾ 2 ലൈറ്റ് റേസ് നമുക്ക് കിട്ടി. യെസ്, ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ആദ്യത്തേത് എ ലൈറ്റ് വിച്ച് ഇസ് ഒബ്ലീക്ലി ഹിറ്റിംഗ് ടു ദ പോൾ. നേരെ പോളിലേക്ക് വന്ന് പതിച്ചാൽ അത് ലോ ഓഫ് റിഫ്ലക്ഷൻ ബാധകമായിക്കൊണ്ട് ബൗൺസ് ബാക്ക് ചെയ്യും, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നടക്കും. അവിടെ എന്തുണ്ടാവുന്നില്ല? ഇവിടെ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദിസ് വൺ. ഇനി 2ാമത്തെ റൂൾ ഞാൻ എന്തെടുക്കുന്നത്? ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇറ്റ് വിൽ ബൗൺസ് ബാക്ക് ഇൻ ടു ദ സെയിം പാത്ത് വിത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത് രണ്ടും നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? രണ്ടും ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. 2 ലൈൻസ് ആർ ഗോയിങ് ലൈക്ക് ദിസ്. സോ ദേ വിൽ നെവർ ഇൻ്റർസെക്ട്. ഒരിക്കലും ഇത് പാരലൽ ആകുമ്പോൾ നമ്മൾ പറയും ഇൻഫിനിറ്റിയിലെങ്കിലും അവ തമ്മിൽ എന്ത് സംഭവിക്കാം?
കൂട്ടിമുട്ടാം. എന്നാൽ ഇതോ നെവർ, ദേ വിൽ നെവർ ഇൻ്റർസെക്ട്. ഇത് രണ്ടും ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇൻ്റർസെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒബ്ജക്റ്റ്, ഇഫ് യു കീപ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ഫോക്കസിനും പോളിനും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ഇമേജ് ഉണ്ടാക്കുന്നില്ല. ദാറ്റ് മീൻസ് റിയൽ ഇമേജ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു റേ ഡയഗ്രാം അവസാനത്തത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വസ്തു എവിടെയായിരിക്കും? നമ്മൾ വെറുതെ ഒരു ഏതായാലും വരയ്ക്കല്ലേ, എന്നാൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. വെറുതെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ അത് എവിടെയായിരിക്കും? ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, വെറുതെ ദിസ് ഇസ് ബാക്ക് സൈഡ് ഓഫ് ദ മിറർ. ഒരിക്കലും ലൈറ്റ് ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ബട്ട് വി വിൽ ജസ്റ്റ് എക്സ്റ്റെൻഡ് ദിസ് വൺ. സോ യു വിൽ ഗെറ്റ് എ പോയിന്റ് ഹിയർ. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ്, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഈ പോയിന്റിലേക്ക്, ഇതും എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ആൻഡ് യു വിൽ ഗെറ്റ് എ പോയിന്റ് ഹിയർ. ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടും. ഇതെന്താണ്? വിർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. ദിസ് ഇസ് നോട്ട് എ റിയൽ ഇമേജ്, ഇറ്റ്സ് എ വിർച്വൽ ഇമേജ്. ആൻഡ് ദിസ് ഇമേജ് ഇസ് ഇറക്റ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താ? ഇൻവേർട്ടഡ് ഇമേജാണ്. ദിസ് ഇസ് ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുന്നത്. മറ്റേതൊക്കെ എന്തായിരുന്നു? തലകുത്തനെ. ഇത് ഇറക്റ്റ് ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ? ദിസ് ഇസ് വിർച്വൽ. റിയൽ അല്ല, വിർച്വൽ, സാങ്കല്പികമാണ്. പിന്നെ അടുത്ത എന്താണ്? ഇത് ഉണ്ടായത് എവിടെയാണ്? നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഇമേജ് ഉണ്ടായത്, ഇമേജ് നമുക്ക് കിട്ടിയത് ബാക്ക് സൈഡ് ഓഫ് ദ മിറർ. മിററിന് ബാക്ക് സൈഡ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ എ ബി, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ എ ബി, ഇതാണ് നമ്മുടെ ഇമേജ്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം? ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ഇമേജ് ഈസ് ബിഹൈൻഡ് ദ മിറർ. മിററിന് ബാക്കിലാണ്. രണ്ടാമത്തത് സൈസ് ഓഫ് ദ ഇമേജ് എൻലാർജ്ഡ്, നേച്ചർ ഓഫ് ദ ഇമേജ് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇതാണ് നമ്മുടെ 6 ഇമേജ് ഫോർമേഷൻ. ആരുടേത്? കോൺകേവ് മിററിൻ്റെത്. ഇതിൽ 5 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദിസ് 5 ആർ റിയൽ ആൻഡ് ദ ലാസ്റ്റ് വൺ വിച്ച് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദിസ് ഇസ് വിർച്വൽ. ഇത് വിർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അപ്പം ഈ ഇമേജ് ഫോർമേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ എത്ര ഇങ്ങനെ കേട്ടിരുന്നിട്ടും കാര്യമില്ല. until unless you start to draw this one. നിങ്ങൾ നിർബന്ധമായിട്ടും വരച്ച് തന്നെ പഠിക്കണം. വരച്ച് തന്നെ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു റേ ഡയഗ്രം എടുക്കുക, വരച്ച് നോക്കുക, എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ദെൻ കണ്ടിന്യൂ ദ സെയിം ഫോർ ഓൾ ദിസ്. അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. എന്നിട്ട് ഇമേജ് ഫോർമേഷൻ്റെ എന്തൊക്കെ നിങ്ങൾക്ക് അറിയണം? പൊസിഷൻ ഓഫ് ദ ഇമേജ് എവിടെയാണ്, സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണ്. രണ്ടാമത്തത് സൈസ് ഓഫ് ദ ഇമേജ്, വസ്തുവിൻ്റെ വലുപ്പം എത്രയാണ്, പ്രതിബിംബത്തിൻ്റെ വലുപ്പം എത്രയാണ്. മൂന്നാമത്തത് നേച്ചർ ഓഫ് ദ ഇമേജ്, അതായത് ഇമേജിൻ്റെ സ്വഭാവം എന്താണ്, റിയൽ ആണോ വിർച്വൽ ആണോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, അപ്പം കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.